ലോജിക്ക് വെക്കേഷന് പോയ സമയത്ത് ഡെവലപ്പ് ചെയ്ത ഗ്രാവിറ്റി എന്നത് ഓപ്ഷണൽ ഫീച്ചറായിട്ടും മാറിയ ജസ്റ്റ് കോസ് 4. ദിസ് ഈസ് റീക്കോ റോഡ്രിഗസ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്നറിയില്ല, അഡ്ജസ്റ്റ് ചെയ്തോ. ഇവനൊരു നോർമൽ ആവറേജ് ആക്ഷൻ ഹീറോ അല്ല. ഒരു കയ്യിൽ ഗ്രാപ്ലിംഗ് ഹൂക്കും മറ്റേ കയ്യിൽ അൺലിമിറ്റഡ് എക്സ്പ്ലോസീവ്സും ഹാൻഡിൽ ചെയ്യുന്ന ഒരുത്തനാണ് ഇവൻ. ദ മാൻ, ദ മിത്ത്, ദ വൺ ആൻഡ് ഓൺലി ക്രിയേറ്റർ ഓഫ് ദുരന്തം. ജസ്റ്റ് കോസ് 4ൽ ഫിസിക്സൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് വർക്കാവുക. നിങ്ങൾക്ക് കാറിൽ എന്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ ഗെയിമിൽ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങളൊരു റിസൾട്ട് മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ട്രൈ ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി കിട്ടുന്ന റിസൾട്ട്സൊക്കെ നേരെ ഓപ്പോസിറ്റുമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ബിൽഡിങ്സിലൂടെ ഇങ്ങനെ ചാടി പോകുമ്പോൾ ടൊർണാഡോ വന്ന് എല്ലാവരെയും വലിക്കും. കാർസ്, ഈ പശു, എനിമീസൊക്കെ എയറിൽ പറക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൂളായിട്ട് ചാടി കളിക്കുന്നത് കാണാൻ പറ്റും. ഗെയിം സെറ്റ് ചെയ്തിട്ടുള്ളത് സോളിസ്, ഒരു ട്രോപ്പിക്കൽ പാരഡൈസ് ആണെന്ന് പറയാം. ആ ട്രോപ്പിക്കൽ സ്വർഗത്തിൽ അങ്ങനെ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എക്സ്പ്ലോഡിങ് ഓയിൽ റിഗ്സ്, ഏതു നേരവും ഇടിഞ്ഞു വീഴുന്ന പാലങ്ങൾ എന്നിങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പാരഡൈസാണിത്. അവിടുത്തെ ജനങ്ങളുടെ കാര്യം നോക്കിയാൽ നമ്മൾ കണ്ണൂരുകാരെക്കാളും കോമഡിയാണ്. ഡെയിലി 3 നേരം 5 വീതം ബോംബ് പൊട്ടുന്നതൊക്കെ കാഷ്വലായിട്ട് എടുക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഈ ഗെയിമിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഫെയിലായാൽ അവിടെയും ഒരു ഫണ്ണായിട്ടുള്ള കാര്യം നടക്കും. ഒരു റൂൾസും ഇല്ലാതെ ജസ്റ്റ് ഫണ്ണായിട്ട് കളിച്ചു പോകാനുള്ള എല്ലാ ഗെയിം പ്ലേ എലമെൻസും ഈ ഗെയിമിലുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഗെയിം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.